ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു സോളാർ ഹീറ്ററിൽ മഴക്കാലത്ത് നമുക്ക് ചൂടുവെള്ളം ലഭിക്കില്ല. അപ്പോൾ അതിനൊരു ഹീറ്റർ പിടിപ്പിക്കാനുള്ളൊരു പ്രൊവിഷൻ ആ ടാങ്കിനകത്തിട്ടുണ്ട്. അതിന് വയ്ക്കുന്ന ഒരു ഹീറ്ററാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഹീറ്ററിലെ ന്യൂനതകൾ എന്താണെന്ന് കാണിച്ചു തരികയാണ്. ഇതാ ഇപ്പോൾ നോക്കുക, ഇത് ഓംസിലിട്ടിരിക്കുന്നു. ഈ കാണുന്നത് 1500 വാട്ട്സ് അല്ലെങ്കിൽ 1500 വാട്ട്സിൻ്റെ ഒരൊറ്റ കോയിൽ. ഇതിൻ്റെ താഴെയും 1500 വാട്ട്സിൻ്റെ ഒറ്റ കോയിൽ. ഇത് 1500 വാട്ട്സ്, ഈ പോയിൻറ്റും 1500. ഇപ്പോൾ രണ്ടിനും ഓംസ് ഏതാണ്ടും ഈക്വലായിരിക്കണം. ഇവിടെ നോക്കിക്കോളൂ, 38.2, ഇത് 38 എടുക്കാം. കണ്ടോ, ഈ കോയിലിന് 38.2. അങ്ങനെയാണെങ്കിൽ മറ്റേതിനും അത്രയും തന്നെ വരണമല്ലോ, കാരണം ഈക്വൽ വാട്ട്സാണ് രണ്ട്. നോക്കൂ, 70.6. ഇത് ഓംസ് കൂടുതൽ, ഇതിന് ഓംസ് അതിൻ്റെ പകുതിയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്തോ കളിപ്പീര് സംഭവമാണ്. കേട്ടോ, ഇനി ഇതും സെപ്പറേറ്റാണ്. ഈ കോയിലും സെപ്പറേറ്റാണ്. ഇതും സെപ്പറേറ്റാണ്, ഇതും സെപ്പറേറ്റാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അത് അവിടെ നോക്കിയോ, ഈ കോയിലിൽ ഞാൻ വെച്ചു, ഈ കോയിലിൽ ഞാൻ വെച്ചു. നോക്കിയേ, ആ രണ്ട് കോയിലുകൾ തമ്മിൽ കാണിക്കുന്നു 39 40 ഓളം റീഡിങ് കാണിക്കുന്നു ഓംസിൽ. ഉണ്ടോ, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയും കാണിക്കുന്നു. ഓക്കെ, ഇനി നോക്കൂ, ഇനി ഈ കോയിലും ഈ താഴെയുള്ള കോയിലും ഇതിൻ്റെ ബോഡിയാണ്. കണ്ടോ, താഴെയുള്ള കോയിലും ബോഡിയും തമ്മിലും റീഡിങ് കാണിക്കുന്നു. നോക്ക്, എന്നുവെച്ചാൽ ഇതിന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. വേണമെങ്കിൽ ഈ ഇവിടെ വെച്ച് നോക്കാം. ഇപ്പം കാണിക്കുന്നത് 40 സംതിങ് ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതും തമ്മിൽ യാതൊരു ഇൻസുലേഷനും, ഫുള്ളായിട്ടുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇല്ല, കുറവാണ്. ഉണ്ടോ, ഇവിടെ നോക്കൂ, ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഈ ഹീറ്റിംഗ് കോയിലായതുകൊണ്ട് റീഡിങ് കുറച്ച് കാണിക്കും, ബോഡിയുമായിട്ട് കുറച്ച് കാണിക്കുന്നു. ഇതിൻ്റെ എർത്ത് പോയിൻ്റാണ്. എർത്ത് ഓക്കെ, അത് കോയിലും തമ്മിൽ ആണോ, ഈ എർത്ത് പോയിൻറ്റും ഇത് തമ്മിൽ. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് എർത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ELCB ട്രിപ്പാവും. പിന്നെ അത് മാറ്റിയിട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ലീക്കിംഗ് ഉണ്ട്. അത് നമ്മളുടെ വാട്ടർ ഹീറ്റല്ല, ചൂടാകുന്ന വെള്ളത്തിൽ വരികയും ഉപയോഗിക്കുന്ന ആൾക്ക് നേരിയ തോതിൽ ഷോക്ക് ഉണ്ടാവും. പിന്നീട് മേൽക്കത് കൂടി വരും. അതുകൊണ്ട് ഈ വാട്ടർ ഹീറ്റർ ഇതിൻ്റെ കോയിൽ എപ്പോഴും വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് വാങ്ങിക്കുക. ഇത് ഓയിൽ എന്ന് വെച്ചാൽ ഓപ്പൺ ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ച് കൊടുത്തിട്ട് ഓപ്പൺ ലോഡാണ് കാണിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ട്, ഉണ്ടോ. പക്ഷേ ഇതിൻ്റെ മേളിൽ വെച്ചാൽ കണ്ടിന്യൂറ്റി ഇല്ല, കാണിക്കാൻ പാടില്ല, അതുപോലെ ഇരിക്കണം. ഇതിന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മോശമാണെങ്കിൽ റീഡിങ് കാണിക്കും, കണ്ടോ, ഓയിൽ കാണിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ബോഡിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നോക്കും, റീഡിങ് കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ കോയിൽ മോശമാണ്. സാധാരണ മൾട്ടിമീറ്ററിലൊന്നും നോക്കിയാൽ കാണത്തില്ല. അത് മെഗോംസ് കിലോംസൊക്കെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിമീറ്ററിൽ മാത്രമേ ഈ റീഡിങ് കാണിക്കത്തുള്ളൂ. അല്ല, ഓംസിൽ തന്നെ വ്യത്യാസമുണ്ട്. ഓംസിൽ വ്യത്യാസമുള്ളപ്പോൾ അതിന് മനസ്സിലാക്കുക ഇതിലൊരു കോയിൽ മോശമാണുള്ളത്. ഈ കോയിൽ മോശം, ലോ റെസിസ്റ്റൻസ് കാണിക്കുന്നത് വളരെ മോശമായ കോയിലാണ്. പിന്നെ ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഈ ഒരു പൈപ്പ് അതിൻ്റെ തെർമോസ്റ്റാറ്റ് വെക്കാനുള്ള ഒരു സംവിധാനമാണ്. തെർമോസ്റ്റാറ്റ് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാങ്ങിച്ചിട്ട് അതും യൂസ്ഫുൾ അല്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ.
അത് ഏത് തെർമോസ്റ്റാറ്റും നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ ഒരു വീഡിയോ മറ്റുള്ള തെർമോസ്റ്റാറ്റും കാണിച്ച് ഞാൻ നേരത്തെ ഒരു ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.